എല്ലാവരും കൂടി യു പിയിലേക്കൊരു യാത്ര പോവുകയാണ്. ഇപ്പോൾ കൊച്ചി എയർപോർട്ടിലാണുള്ളത്. കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്കാണ് ഫ്ലൈറ്റ്. ബാംഗ്ലൂരിൽ നിന്ന് വാരണാസിയിലേക്കും. കിഷു എയർപോർട്ടിൽ നിന്ന് ടോയ്സ് മേടിച്ചു കൊടുക്കാത്ത ദേഷ്യത്തിലാണുള്ളത്. കിഷു ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറുന്നത്. പക്ഷെ അവൻ അതിൻ്റെ ഒരു പേടിയൊന്നും അവനില്ലായിരുന്നു. കിഷു നല്ല ഉറക്കത്തിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾ വാരണാസിയിലേക്ക് എത്താറായിരിക്കുകയാണ്. എനിക്ക് കുറച്ച് വീഡിയോസൊക്കെയാണ് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. എല്ലാം കവർ ചെയ്യാൻ പറ്റിയില്ല. ഫ്ലൈറ്റിൽ ഞങ്ങൾ ചായയും ഉപ്പുമാവും കഴിച്ചു. പെട്ടെന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പായ കാരണം പണിക്കേഴ്സ് ട്രാവൽസ് വഴിയാണ് നമ്മൾ ഈ യാത്ര പോകുന്നത്. സെക്കൻഡ് ഫ്ലൈറ്റിൽ എനിക്കും അമ്മയ്ക്കും കിഷുവിനും അടുത്തടുത്ത് സീറ്റ് കിട്ടി. യദുചേട്ടൻ വേറെ സീറ്റിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരും പുറത്തിറങ്ങി. കിഷുക്കുട്ടൻ അവൻ്റെ അച്ഛനെ കാത്ത് നിൽക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് രാവിലെ 7 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർ എത്തി. ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം ഇപ്പോൾ ഒരു 12:30 ആയിക്കാണും നമ്മൾ വാരണാസിയിലെത്തി. ഇനി ഞങ്ങളുടെ ബാഗൊക്കെ കളക്ട് ചെയ്യണം. കൊച്ചിയിൽ നിന്ന് നമ്മൾ ചെക്ക് ഇൻ ചെയ്ത ബാഗാണ്. ഇനി വാരണാസിയിലാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. കിഷു അവൻ്റെ ബാഗ് കിട്ടുമെന്നുള്ള ടെൻഷനിലാണ്. എയർപോർട്ടിന് പുറത്ത് പണിക്കേഴ്സ് ട്രാവൽസ് അറേഞ്ച് ചെയ്ത ഡ്രൈവർ നമ്മളെ കാത്തു നിൽപ്പുണ്ട്. അപ്പോൾ ഇനി ആ വണ്ടിയിലായിരിക്കും നമ്മൾ കംപ്ലീറ്റ് ട്രാവൽ ചെയ്യുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 1 മണിയായി കാണും. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് നമ്മൾ നേരെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വേണം നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോകാനായിട്ട്. എയർപോർട്ടിന് പുറത്ത് ഡ്രൈവർ ഞങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഡ്രൈവർ ഞങ്ങളെ കാറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഇനി ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. ഇപ്പോൾ വാരണാസി ടൗണൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഉച്ച സമയമായ കാരണം റോട്ടിൽ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അവിടുത്തെ സ്കൂളൊക്കെ വിട്ട സമയമായിരുന്നു. നിറയെ സ്കൂൾ ബസ് റോട്ടിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു. കാറിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ റോഡിൻ്റെ 2 വശങ്ങളും കാണാൻ നല്ല ഭംഗിയാണ്. പെയിൻറ്റിങ്സ് എല്ലാം നല്ല രസമുണ്ട് കാണാൻ. കിഷു രാവിലെ നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് അവനിപ്പോൾ കേർഡ് റൈസ് വേണമെന്ന് പറഞ്ഞ് ഇരിക്കുകയാണ്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ മതിലുകളിലും ഇങ്ങനെ പെയിൻറ്റിങ്സ് കാണാൻ പറ്റും കേട്ടോ. വാരണാസി, പ്രയാഗ്രാജ്, അയോധ്യ ഈ 3 സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാമെന്നുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ബനാറസ്, കാശി എന്ന പേരിലൊക്കെ വാരണാസി അറിയപ്പെടുന്നുണ്ട്. ഹിന്ദുക്കളുടെ പുണ്യസ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വാരണാസി. ബ്ലോക്ക് കാരണം ഞങ്ങളുടെ കാറ് വളരെ പതുക്കെയാണ് പോകുന്നത്. വാരണാസിയിലെ ഇന്ത്യ സിറ്റി ഫാമിലി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞൊരു വെജിറ്റേറിയൻ ഹോട്ടലിലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയത്. കിഷുക്കുട്ടൻ കുറുമ്പ് കാണിച്ചിരിക്കുകയാണ്. അവന് പ്ലേറ്റ്, സ്പൂണ്, ഗ്ലാസ് ഒക്കെ എടുത്ത് കളിയാണ്. വാരണാസിയിലെ വിക്രം പാലസ് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ഇനി നമ്മുടെ റൂമിൽ കയറി ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് വേണം നമുക്ക് വൈകിട്ട് 5 മണിക്ക് ഗംഗാരതി തൊഴാൻ പോകാനായിട്ട്.